ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളത് കഴിക്കാമല്ലോ. അപ്പം നിങ്ങളെപ്പോഴും ഇനി പുട്ടാണോ എന്ന് ചോദിച്ച് കമൻറ്റ് ഇടണ്ട കേട്ടോ. എന്താ അറിയില്ല, എളുപ്പമുള്ളത് പുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കി. പിന്നെ കടല കറിയാക്കിയതാട്ടോ. കറിയിൽ വെള്ളമൊന്നുമില്ല, കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് നീട്ടണം. കുറച്ചും കൂടെ എന്നാലേ പുട്ടിൽക്ക് കോമ്പിനേഷൻ ആവുള്ളൂ. അല്ലാണ്ട് പുട്ടും അതും കൂടി യാതൊരു ഇതും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് ഉമ്മ രാവിലെ തന്നെ കുരുമുളക് എന്താ പറയുക പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ കുരുമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ കുറ്റിക്കുരുമുളക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യമുണ്ടായതാട്ടോ. പിന്നെ എന്താ പറയുക മുരിങ്ങാക്കായ ഇതും എടുത്തിട്ടുണ്ട്. അനിയത്തി വീട്ടിലുണ്ട്, അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ പറിച്ച കേട്ടോ. നമുക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, അവൾക്കും നമുക്ക് അങ്ങനെ ആട്ടോ എടുത്തത്, അവൾക്ക് മാത്രമല്ല. പിന്നെ കുറച്ച് ചീരയിലതും ഇവിടെ വീട്ടിലുണ്ടായതാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞന്നു നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറ് ഊറ്റുകയാണ് കേട്ടോ. റൈസ് കുക്കറിലാട്ടോ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് അടുപ്പിൽ എന്താ പറയുക വെച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്നാവാൻ തന്നെ നമ്മൾ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കിയത്. കുറച്ച് വൈകിപ്പോയി. അനിയത്തിക്ക് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും എല്ലാം തിരക്കായി പോയപ്പോൾ പിന്നെ പെട്ടെന്ന് റൈസ് കുക്കറിൽ തന്നെ ചോറാക്കിയിട്ടാ. പിന്നെ ഞാൻ സിങ്കിലോട്ട് ഇറക്കി വെച്ച് ചോറ് അങ്ങനെ ആട്ടോ ആക്കുന്നത്. നല്ല ചൂടുണ്ടപ്പോൾ ഞാൻ ഒരു ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് ഊറ്റുമ്പോൾ ഒരു പേടിയാണത്, നല്ല ചൂടായതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ബീഫാണ് കേട്ടോ. ബീഫൊക്കെ വാങ്ങിച്ചു നമ്മൾ. ചോറിലേക്ക് ബീഫും പിന്നെ പുളിയും കറിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മത്തി കറി വെച്ചത് അതുമുണ്ട്. വേണ്ടവർക്ക് വേണ്ട കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് മീനുണ്ട് പുളിയും കറിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബീഫ് ആദ്യം കുക്കറിലൊക്കെ വേവിച്ച് ഒക്കെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. നല്ല വേവുണ്ടാവും ഈ ബീഫിനൊക്കെ. പിന്നെ അതിൽക്കുള്ള ഉള്ളി പുതിനയില അങ്ങനെയൊക്കെ ഉള്ള കേട്ടോ. ഇതാ മീൻ നമ്മൾ മത്തിയാണ് കേട്ടോ. മത്തി തേങ്ങ അരച്ച് കറി വെച്ചതാണ് കേട്ടോ. അത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് മീനും ബീഫും പുളിയും കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളത് കഴിക്കാമല്ലോ. അപ്പോൾ നമ്മളിതാ അതൊക്കെ സെറ്റാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒന്ന് വൃത്തിയാക്കി മാറ്റി വെക്കണേ. ഇത് പഴം കേട്ടോ, റോബസ്റ്റ് പഴം. എനിക്ക് നല്ല ഇഷ്ടമാണ് റോബസ്റ്റ്. ഇത് റോബസ്റ്റിൽ വേറെ എന്തോ ഒരു പേര് പറഞ്ഞു കടയിലുള്ള ആൾ, എന്താ എനിക്കറിയില്ല. പിന്നെ ഇത് പൈനാപ്പിൾ വെച്ചിട്ട് നമ്മുടെ ഒരു വീഡിയോ, വെറൈറ്റി വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. പൈനാപ്പിൾ നിങ്ങളങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഞാൻ എന്തായാലും ആ വീഡിയോ വൈകാതെ തന്നെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പുളിയും കറി വെക്കാൻ ഉണ്ട്, എല്ലാം കൂടെ ആണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞല്ലോ. പിന്നെ പപ്പടം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും നമ്മുടെ കോമ്പിനേഷനാണല്ലോ ബീഫും പുളിയും കറിയും ഒക്കെ ആകുമ്പോൾ പപ്പടം. പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളനീര് അത് മസ്റ്റാണല്ലോ. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇളനീര് വീട്ടിൽ എല്ലാ ദിവസവും നമ്മളങ്ങനെ ഇടാറുണ്ട് കേട്ടോ. ഇളനീർ വെള്ളം അധികം ജ്യൂസ് അടിക്കാറില്ല, അങ്ങനെ തന്നെ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അവരവർക്ക് കുടിക്കുക, ജ്യൂസ് അടിക്കുക അങ്ങനെ. അപ്പോൾ ഞാൻ വീട്ടിൽ എന്ത് ചെയ്തു, മുനീഫ്ക്ക് എന്തായാലും ഇങ്ങനെ കിടക്കല്ല, ഇപ്പോൾ വിശക്കണൊക്കെ ഉണ്ടാവും ദാഹിക്കുണ്ടാവും വിചാരിച്ചിട്ട് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസ് ആക്കി. പിന്നെ മുനീഫ്ക്കൻ്റെ ഉമ്മയും വരുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ജ്യൂസ് അടിക്കാം വിചാരിച്ച് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തന്നതിൽ കുറച്ച് എന്താ പറയുക, അത് നമ്മൾ എടുത്ത സമയത്ത് ചിരട്ടൻ്റെ ആ പൊട്ടും കാര്യങ്ങളും വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേസ്റ്റൊക്കെ ഒഴിവാക്കി ഞാനൊന്ന് കഴുകി ആ ഒരു ഇളനീർ എടുത്ത് എന്നിട്ടാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലേക്കിട്ട് ചെറുതാക്കി സ്ലൈസാക്കി എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഇളനീർ വെള്ളത്തിലും വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ വേസ്റ്റും അരിച്ചിട്ടാണ് ഞാൻ ജ്യൂസ് അടിച്ചത്. അടിപൊളിയായിട്ട് നന്നായി അരഞ്ഞ് കിട്ടിയ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇളനീർ ജ്യൂസ്. ഇതിൽ ചില ആളുകൾ പാലൊഴിക്കും, പാലൊഴിക്കാതെയും ചെയ്യുക. പാലൊഴിച്ചാൽ ഒന്നും കൂടെ ഒരു എന്താ പറയുക കട്ടി ഉണ്ടാവും. ഞാനിത് ജസ്റ്റ് വീണ്ടും അരയ്ക്കുന്നത് എന്താ വെച്ചാൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ ചിരട്ട പൊട്ടുകളോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വീണ്ടും അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ അങ്ങനെയല്ലേ ചെയ്തത്, അപ്പോൾ പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നൊന്നുമില്ല. എന്നാലും ജസ്റ്റ് കച്ചറ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചിട്ടൊരു കപ്പ് ഞാനത് മുനീഫ്ക്കാക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ആളിങ്ങനെ കിടക്കില്ല, അപ്പോൾ നല്ല ദാഹമൊക്കെ ഉണ്ടാവും വിശപ്പും ഉണ്ടാവും വിചാരിച്ചിട്ട് കൊണ്ട് കൊടുക്കുക. പിന്നെ മുനീഫ്ക്ക മാത്രമല്ല കേട്ടോ, എനിക്കുണ്ട്, ഞാനും അതിന് കൂടെ കുടിക്കാമല്ലോ വെച്ചിട്ട് ഞാൻ എനിക്കുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ ഞാനത് കൊണ്ട് കൊടുത്ത് വന്നപ്പോഴേക്കും ഉമ്മ ബീഫൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബീഫ് അധികം കുറച്ച് ഗ്രേവി ടൈപ്പിലാട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഉമ്മ ഇങ്ങനെ പൊരിച്ചിട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉമ്മ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഉമ്മ ബീഫ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ റെഡിയായി ഇതന്നെ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അപ്പോഴേക്കും സെറ്റ് ആവട്ടെ വിചാരിച്ച് അത് മാറ്റി വെച്ചു. പിന്നെ അതാ പുളിങ്കറിയും റെഡിയാക്കിയിട്ടുണ്ടാവും. ഉമ്മയും പുളിങ്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കൊണ്ട് കൊടുത്ത് വന്നപ്പോഴേക്കും ഉമ്മ ഏകദേശം എല്ലാം സെറ്റാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി മുനിഫ്ക്കാവും ചോറ് ആദ്യം കൊടുത്തിട്ടാണ് എനിക്ക് കഴിക്കാൻ കേട്ടോ. പിന്നെ പുളിങ്കറിയും ബീഫൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക വിശപ്പായിരിക്കും. നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിച്ചൊരു വിശപ്പ് ഇങ്ങനെ വരാനുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ വിശപ്പൊക്കെ വന്നപ്പോൾ നമ്മൾ വേഗം ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുളിങ്കറിയും ബീഫും എല്ലാം കൂട്ടി അടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പുളിങ്കറിയും ബീഫും പപ്പടവും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളത് വാച്ച് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ ഒരു കുരുമുളക് കൃഷി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏറ്റവും നല്ലത് ഞാനത് നിങ്ങളോട് അപ്പം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കുരുമുളക് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറ്റി കുരുമുളക് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. നല്ല നമുക്ക് ഉഷാറായിട്ട് വിളവെടുക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഈ കവുങ്ങിൽ മരത്തിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റി കുരുമുളക് നമ്മൾ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വിളവെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ വൈകിട്ട് പഴം പൊരിക്കാൻ വേണ്ടി പോവാട്ടോ. മുനിഫ്ഖാൻ്റെ ഉമ്മ വീട്ടിലുണ്ട്. പിന്നെ നമ്മൾ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി വേണമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഉമ്മയാണ് മാവ് സെറ്റാക്കി തരണേ കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും 2 കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കോഴിമുട്ട ഇടല് പറയട്ടോ. കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മാവ് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടിടാം കേട്ടോ. അപ്പം ഞാൻ പഴം ഇതാ കട്ട് ചെയ്യണം. ഉമ്മ അവിടെ മാവൊക്കെ സെറ്റാക്കി വെക്കുമ്പോഴേക്കും ഞാൻ ഇതിവിടെ സെറ്റാക്കുകയാണ് കേട്ടോ. പഴം ഞാൻ എൻ്റെ ഫോണ് രണ്ടും കൂടെ നടക്കില്ല വെച്ചിട്ട് ഫോൺ ഞാൻ ട്രൈപോഡും എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതും ഇതെല്ലാം കൂടെ തിരക്ക് പിടിച്ചല്ലേ വിചാരിച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. ഈ ഒരു സ്ഥലത്ത് മാത്രം. അപ്പോൾ എനിക്ക് ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എന്താ പറയുക, ആ ഒരു ഭാഗം എനിക്ക് കിട്ടിയിട്ടില്ല, ക്ഷമിക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ പഴമൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഉമ്മ മാവൊക്കെ റെഡിയാക്കി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പഴം പൊരിക്കാനുള്ള പണി എനിക്കാണ് കേട്ടോ. ഉമ്മ എല്ലാം റെഡിയാക്കി തന്നിട്ട് ഉമ്മ മാവൊക്കെ ശരിയാക്കി തന്ന ഉമ്മ പോയതാണ്. അപ്പം ഞാനിതാ പഴം പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഒക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് എന്താ മഞ്ഞൾപ്പൊടി കുറവുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട് മാവിൽ. പിന്നെ അത്രയും മതി എന്ന് വിചാരിച്ചു. നമ്മളിത് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായി വന്നതിൻ്റെ ശേഷം ഞാൻ പഴം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മുനിഫ്ക്കാക്ക് എന്താ പറയുക, ബീഫ് ഉണ്ടായി കഴിഞ്ഞാൽ പഴംപൊരി നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ബീഫും പഴംപൊരിയും കൂടി നല്ല കോമ്പിനേഷനാണ്. കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ പഴംപൊരിയൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലെവലാകുമ്പോൾ നമ്മൾ കോരിയെടുക്കണം, മറ്റത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതാ ഏകദേശം ഒക്കെ പഴംപൊരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചായയും ഒക്കെ സെറ്റാക്കുന്ന കേട്ടോ. ചായയൊക്കെ സെറ്റാക്കി നമ്മളിതാ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ച് കൂട്ടുവിടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.